Welcome to all to structural design. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കാൻഡിലിവർ സ്ലാബ് എന്ന ടോപ്പിക്കാണ്. ഇതിന് 3 പാർട്ടായിട്ടാണ് ഞാനിപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് സ്ട്രക്ചറൽ ഡിസൈൻ, സെക്കൻഡ് പാർട്ട് സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ്, പിന്നെ മൂന്നാമത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില സ്ലാബ് ഫെയിലിയറിനെ പറ്റിയാണ്. ഫെയിലിയർ ആയിട്ടുള്ള സ്ലാബ്സ് എടുത്തിട്ട് അത് എന്താണ് അതിൻ്റെ റീസൺസ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഡിസൈനെ പറ്റിയാണെങ്കിലും എന്താണ് ഇങ്ങനൊരു ടോപ്പിക് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോളേജിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചില ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. എന്താണ് ആ ഡിഫിക്കൽട്ടീസ് എന്ന് നമുക്ക് പ്രാക്ടിക്കൽ കുറച്ചുകൂടി നോളജ് കുറവായിരിക്കും. നമ്മൾ കോളേജിൽ നമ്മൾ ബേസ് ചെയ്ത് നമ്മൾ നോക്കിയിട്ടുള്ളത് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റിൽ മാത്രമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഫീൽഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാർക്ക് എന്നുള്ളൊരു ഇതിനപ്പുറം നമ്മൾ നമ്മുടെ സ്ട്രക്ചറൽ ബിഹേവിയർ മനസ്സിലാക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും നമ്മുടെ എക്സ്പീരിയൻസ് അതിനകത്തോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന വർക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ എപ്പോഴും വെക്കേണ്ടതാണ് നമ്മുടെ ഈ സ്ട്രക്ചറൽ ഡിസൈൻ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ. മെയിൻ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടതെങ്കിലും, അതായത് നമ്മൾ സ്ട്രക്ചറൽ സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി, സർവീസിബിലിറ്റി നമ്മൾ നോക്കുമ്പോഴും വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടി വരും. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്ന് എക്കണോമിയാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പ്രകാരം നമുക്ക് അത് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് അൺഎക്കണോമിക്കൽ ആവാൻ പാടില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൈസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് കുറേയൊക്കെ ചെക്ക് ഒഴിവായി പോകും. അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് അണ്ടർ ഡിസൈൻ ആയിട്ട് വീണ്ടും നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് സൈസ് അല്ലെങ്കിൽ തിക്നെസ്, ഡെപ്ത്, വിഡ്ത്ത് അതെല്ലാം കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്കുകളെല്ലാം സേഫ് ആയിട്ട് വരും. പക്ഷേ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. ഇപ്പം നമുക്ക് അടുത്ത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈറ്റിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അവരുടെയും കൂടെ ഒരു ഈസിനെസ് നമ്മൾ നോക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഡീറ്റെയിലിംഗ് നമ്മൾ കൊടുക്കുമ്പോഴോ ചില സൈസ് നമ്മൾ കൊടുക്കുമ്പോഴോ അവർ നോക്കി പോകുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനകത്തല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് ഡിഫിക്കൽട്ടീസ് ആവും. ഡിഫിക്കൽട്ടീസ് ആവുന്നതുകൊണ്ടല്ല, അത് എറേഴ്സിലേക്ക് വീഴാനും പിന്നീട് ഫെയിലിയർ സംഭവിക്കാനും ചാൻസ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈറ്റിൽ മിക്കവാറും ഫോളോ ചെയ്യുന്നത് ഒരു ഫീറ്റ് ആൻഡ് ഇഞ്ചസ് ഇതിലായിരിക്കും അവർ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡയമെൻഷൻസ് അവർക്കത് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു കോളത്തിൻ്റെ സൈസ് സൈറ്റിൽ അതിൻ്റെ ഷട്ടറിങ് ഫോം വർക്കൊക്കെ ഉണ്ടാകുന്ന ചിലപ്പം 1 ഫീറ്റ്, 1.5 ഫീറ്റ്, 2 ഫീറ്റ് അങ്ങനത്തെ റേഞ്ചിലായിരിക്കും പോകുന്നത്. നമുക്ക് പക്ഷേ കൊടുക്കുന്ന നമ്മൾ സൈസ് അതിനനുസരിച്ചുള്ള സൈസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യാൻ. ഇതുപോലെ തന്നെ സ്ലാബിൻ്റെ തിക്നെസ് 4 ഇഞ്ച്, 5 ഇഞ്ച്, 6 ഇഞ്ച് അങ്ങനെയൊക്കെ ആയിരിക്കും സൈറ്റിൽ നമ്മൾ ചെയ്യുന്നത്. അവർ ആ ഫോളോ ചെയ്തിരിക്കുന്ന പാറ്റേൺ ഇടയിൽ നമ്മൾ ഒരു 123 mm തിക്ക് സ്ലാബ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കത് ഡിഫിക്കൽട്ടാവും. നമ്മൾ കൊടുക്കുന്ന സൈസ്, തിക്നെസ് അവർക്ക് മാച്ച് ആവുന്ന രീതിയിൽ വേണം നമ്മൾ കൊടുക്കാൻ. ഇപ്പം ആ ഒരു കാര്യത്തെ പറ്റിയൊക്കെ നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും നമുക്ക് ക്ലാസ് കിട്ടത്തില്ല. ഇപ്പോൾ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിലിങ്ങിനെ പറ്റി വ്യക്തമായ ധാരണയില്ലാത്തതാണ് പല ഫെയിലിയറും സംഭവിക്കാനുള്ള കാരണം. നമ്മൾ കോളേജിൽ ഡീറ്റെയിലിംഗ് അത്ര ഇതായിട്ട് പഠിക്കുന്നില്ല. ഗ്രാഫിക്സ് പഠിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് RCC വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് ടിപ്പിക്കൽ അല്ലാതെ ഒരു ഇപ്പം ആർക്കിടെക്ചർ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ വരുമ്പോഴത്തേക്ക് വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ല, അതിൻ്റെ ബീമിൻ്റെ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ബീമിൻ്റെ ഡെപ്ത്, അതിൻ്റെ പ്ലേസ്മെൻറ്റ് അതൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. നമ്മൾ ക്ലാസിക്കലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിലിംഗ് വെച്ചിട്ട് അത് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും.
അപ്പോൾ നമ്മൾ ഡീറ്റെയിലിങ്ങിൻ്റെ മെത്തേഡ് ഓഫ് ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പതുക്കെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാനൊരു കാൻഡിലിവർ സ്ലാബിൻ്റെ ഡിസൈനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോഡിനകത്തുള്ള ഇക്വേഷൻസ് അതൊക്കെ എടുക്കണം എന്നുള്ള ഒരു ഡിഫിക്കൽട്ടീസ് കൊണ്ടാണ് നമ്മൾ സാധാരണ ഡിസൈനിലോട്ട് അങ്ങനെ പോകാത്തത്. അപ്പോൾ ഞാനിവിടെ ഒരു കാൻഡിലിവർ സ്ലാബിൻ്റെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഡിസൈൻ നിങ്ങളെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസൈനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഒരു കാൻഡിലിവർ സ്ലാബ് ഉണ്ട്. ഈ ഫിഗർ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു കാൻഡിലിവർ സ്ലാബ് ഉണ്ട്, താഴെയുണ്ട്. ഇതുപോലെ കുറേ സ്ലാബ്സ് വരുന്നുണ്ട്. നമ്മളിപ്പം വീട്ടിൽ കൺസ്ട്രക്ട് ചെയ്യണം തന്നെ അവിടെയും കുറേ സ്ലാബ്സ് ഒക്കെ നമുക്ക് വരും. ഇപ്പം ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡറി സ്ലാബ് ആണ്. അതായത് മെയിൻ സ്ലാബ് അല്ല, നമ്മുടെ ഫ്ലോർ സ്ലാബ് അല്ല, സെക്കൻഡറി സ്ലാബ്, പ്രൊജക്ഷൻസ് ഒക്കെ വരുന്ന സ്ലാബുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിവിടെയുള്ള സ്ലാബിൻ്റെ നമുക്ക് സ്പാൻ വേണം. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റെപ്സ് വഴിയാണ്. ഒരു 5 സ്റ്റെപ്സ് ആണ് ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് ഡിസൈനകത്ത്. ഫസ്റ്റ് വൺ ജോമെട്രി, മെറ്റീരിയൽ പ്രോപ്പർട്ടി, ലോഡ് ആൻഡ് അനാലിസിസ്, ഡിസൈനകത്ത് സ്ട്രെങ്ത് ചെക്ക്, അതുപോലെ തന്നെ സർവീസിബിലിറ്റി ചെക്കും ഉണ്ട്. സ്ട്രെങ്ത് ചെക്കിനകത്ത് സ്ട്രെങ്ത് ഉണ്ട്, സർവീസിബിലിറ്റി ഉണ്ട്, ഫ്ലക്ചർ ഉണ്ട്, ഷിയർ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പാർട്ട് ജോമെട്രിയിലേക്ക് പോകാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ തിക്നെസ് ഓഫ് ദി സ്ലാബ് 4 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കേണ്ടത് ജോമെട്രിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട എലമെൻറ്റിൻ്റെ എല്ലാ ഡയമെൻഷൻസും നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. നമുക്ക് ഇൻപുട്ടായിട്ട് വരുന്നത് ചിലപ്പോൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആയിരിക്കാം. നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കിടെക്ചറൽ ഡ്രോയിങ് ആയിരിക്കും നമുക്ക് ഇൻപുട്ടായിട്ട് വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരച്ചിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും. അപ്പോൾ ആ പ്ലാന് അല്ലെങ്കിൽ ഒരു എലിവേഷൻ ആയിരിക്കും. ഇപ്പോൾ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലൊക്കെ ഒരു 3D ആദ്യമേ ക്രിയേറ്റ് ചെയ്യും. ഒരു എക്സ്പേർട്സിനെ കൊണ്ട് ഒരു 3D ക്രിയേറ്റ് ചെയ്യിക്കും. ആ 3D വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റെൻഡേഡ് വ്യൂ വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു അപ്പിയറൻസ് കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും ക്ലയൻറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് കുറേയേറെ പ്രൊജക്ഷൻസ് കാണും. കാരണം ആസ്തെറ്റിക് അപ്പിയറൻസ് വരുന്നതിന് വേണ്ടിയിട്ട് പ്രൊജക്ഷൻസിൻ്റെ എണ്ണം അവർ ധാരാളം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രൊജക്ഷൻസ് എല്ലാം നമ്മൾ കാൻഡിലിവർ സ്ലാബ് ഡിസൈനിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ജോമെട്രിയിൽ നമുക്ക് പ്ലാനിൽ നിന്ന് നമുക്ക് ഡയമെൻഷൻ കിട്ടും, പ്രൊജക്ഷൻ കിട്ടും. ഓക്കെ, ഇപ്പം ഇവിടെ ഈ സ്ലാബിന് ഒരു 3 ഫീറ്റ് ഞാൻ എടുക്കുകയാണ്, അസ്യൂം ചെയ്യുകയാണ്. നമുക്ക് ഡയമെൻഷൻസിനകത്തുനിന്ന് പ്ലാനിൽ നിന്ന് കറക്റ്റ് കിട്ടുന്നതാണ്. നമ്മളിപ്പം അറിയാത്തതുകൊണ്ട് നമുക്കൊരു 3 ഫീറ്റ് അസ്യൂം ചെയ്തെടുക്കാം ഡയമെൻഷൻസ്. നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ഡയമെൻഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ 3 ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന ഈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫീറ്റ് സൈറ്റിൽ ചിലപ്പോൾ ഒരു 3 ഫീറ്റ് അല്ലെങ്കിൽ 2 ഫീറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. 2 ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 600 mm, 3 ഫീറ്റ് എന്ന് പറയുമ്പോൾ 900 mm, 1 ഫീറ്റ് എന്ന് പറയുമ്പോൾ 300ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ 3 ഫീറ്റ് ഇപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സാധാരണ പ്രൊജക്ഷൻസ് 2 ഫീറ്റ് ആണ് സാധാരണ വരുന്നത്. ഇപ്പം കുറച്ചുകൂടി 3 ഫീറ്റിൻ്റെ ഞാൻ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ക്ലിയർ സ്പാന് 0.9 മീറ്റർ എടുത്തിരിക്കുന്നത്, അതായത് 900 mm. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഫേസിൽ നിന്നും അതിൻ്റെ ഫ്രീ എൻഡ് ഓഫ് ദി കാൻഡിലിവറിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ് ക്ലിയർ സ്പാൻ. ഈ ക്ലിയർ സ്പാൻ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ക്ലിയർ സ്പാൻ. അപ്പം ലെങ്ത് ഓഫ് ദി സ്ലാബ് നമുക്ക് കിട്ടി. വിഡ്ത്ത് ഓഫ് ദി സ്ലാബ് നമ്മൾ യൂണിറ്റ് വിഡ്ത്താണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. കാൻഡിലിവർ 1 വേ സ്ലാബായിട്ടാണ് വരുന്നത്, 1 ഡയറക്ഷനിലാണ് ബെൻഡിങ് വരുന്നത്. അത് യൂണിറ്റ് വിഡ്ത്ത് അതിന് 1 മീറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ സാധാരണ കോളേജിൽ നമ്മൾ പോകുന്നത് സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ വെച്ച് പോകുമ്പോൾ നമ്മൾക്ക് പിന്നീട് നമുക്ക് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാനിവിടെ ഡിഫറെൻ്റ് അപ്രോച്ചായിട്ട് നമുക്ക് നമ്മളൊരു
സൈസിൽ നിന്ന് തുടങ്ങി ആ സൈസ് സേഫ് ആണോ അല്ലയോ എന്നുള്ളൊരു പാറ്റേണിലാണ് ഞാനിവിടെ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് 4 ഇഞ്ച് സ്ലാബാണ്. ഓക്കെ, 4 ഇഞ്ച് സ്ലാബ്. 4 ഇഞ്ച് സ്ലാബ് എന്ന് പറയുമ്പോൾ 1 ഇഞ്ച് 25.4 ആണ്. 0.4 നമുക്ക് വിടാം, ബാക്കി 25 എടുക്കാം. അതായത് 3 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഇൻറ്റു 25.4, സോറി 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 25.4 100-നെക്കാട്ടി കൂടുതൽ വരും. അപ്പം നമ്മൾ 100-നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ തിക്നെസ്. 100-നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ 100-നെക്കാട്ടി കുറച്ചുകൂടി കൂടുതൽ തിക്നെസ് വരുന്നതുകൊണ്ട്, സ്ലൈറ്റ്ലി കൂടുതൽ തിക്നെസ് വരുന്നതുകൊണ്ട് നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. അതായത് 25.4 ഇൻറ്റു 4 സൈഡിൽ ഒരു 101 mm വരുന്നു. 1 mm എക്സ്ട്രാ വരുന്നു. ആ 1 mm നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മൾ കോളേജിൽ നിന്ന് ആദ്യം നമ്മുടെ ഏതെങ്കിലും ഫേമിലോട്ട് കയറുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഈ 100-ഉം 101 തമ്മിൽ വലിയ അന്തരമുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ ഒരു ഷട്ടറിങ്ങിൽ ജസ്റ്റ് ഒരു പലക മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഫൈനഗ്രേറ്റ് അടന്നു പോയാൽ തന്നെ 1 or 2 mm ഡിഫറൻസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ 1 mm 2 mm അത്രയ്ക്ക് കാര്യമായിട്ട് എടുക്കണ്ട. നമുക്കൊരു 5 mm വരെ, നമുക്ക് ±5 mm വരെ നമുക്കൊരു ടോളറൻസ് നമുക്ക് RCC സ്ട്രക്ചേഴ്സിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് എന്നാണ് 4 ഇൻറ്റു 25.4. 25.4-നകത്ത് നമ്മൾ 25 എടുക്കുന്നു. 100 mm നമുക്ക് സ്ലാബിൻ്റെ തിക്നെസ് കിട്ടുന്നു. ഇത്രയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സ്ലാബിൻ്റെ തിക്നെസ് ഞാൻ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഞാൻ ഇവിടെ നിന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, ഇതാണ് സ്ലാബ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മെയിൻ ബാർ ഉണ്ട്. ഓക്കെ, മെയിൻ ബാർ. ഇനി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബാർ നമ്മൾ എവിടെ കൊടുക്കുന്നതാണ് നമ്മുടെ ഡൗട്ട്. എയ്തർ ഇത് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെൻഡിങ് വരുന്ന ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ടെൻഷൻ വരുന്ന സൈഡിൽ ഫസ്റ്റ് കവറിൽ നമ്മൾ മെയിൻ ബാർ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. ഫസ്റ്റ് കവറിൽ മെയിൻ ബാർ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം എഫക്റ്റീവ് ഡെപ്ത് കിട്ടും. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ കംപ്രഷൻ ഫൈബറിൽ നിന്ന്, എക്സ്ട്രീം കംപ്രഷൻ ഫൈബറിൽ നിന്ന് സെൻട്രോയിഡ് ഓഫ് ദ റീൻഫോഴ്സ്മെന്റ്, ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഞാനിത് എടുത്തിരിക്കുന്ന ക്രോസ് സെക്ഷനകത്ത് നമ്മൾ മെയിൻ റീൻഫോഴ്സ്മെന്റിന്റെ മുകളിലാണ് സെക്കൻഡറി റീൻഫോഴ്സ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം, ഇത് ക്യാൻലിവർ ആണ് കേട്ടോ. ക്യാൻലിവർ ആയതുകൊണ്ടാണ് ഞാൻ മുകളിൽ റീൻഫോഴ്സ്മെന്റ് കാണിച്ചിരിക്കുന്നത്. ഇത് താഴെ ഞാൻ കാണിച്ചിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിന്റെ കേസ് ഞാൻ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ ക്യാൻലിവർ സ്ലാബിന് ബോട്ടത്തിലായിരിക്കും വരുന്നത്. ടെൻഷൻ റീൻഫോഴ്സിന്റെ സെൻട്രോയിഡ് മുകളിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് എഫക്റ്റീവ് ഡെപ്ത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു കവറുണ്ട്, കോൺക്രീറ്റിന്റെ കവറുണ്ട്. ഓക്കെ, കവർ കഴിഞ്ഞ് തൊട്ട് താഴെ നമുക്ക് ഡയമീറ്റർ ഓഫ് ദിസ് സെക്കൻഡറി റീൻഫോഴ്സ്മെന്റ് ഉണ്ട്. DS എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡയാസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H മൈനസ്, ഇവിടെ H ഉണ്ട്, H മൈനസ് കവർ minus diameter of the stirrup minus half the diameter of the main bar. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് ദി മെയിൻ ബാറിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ടോട്ടൽ തിക്നെസ് ഓഫ് ദി സ്ലാബ് ഡിവൈഡഡ് ബൈ 8-നെക്കാട്ടിൽ കൂടാൻ നമുക്ക് പാടില്ല. ഡയമീറ്റർ ഓഫ് ദി ബാർ നമുക്ക് 100 mm തിക്നെസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 8 12.5 വരുന്നുണ്ട് നമ്മുടെ മാക്സിമം ഡയമീറ്റർ പോകാൻ പറ്റുന്നത്. അപ്പോൾ 12 വരെ നമുക്ക് കൊടുക്കാം, പക്ഷെ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് 8 mm ഡയലാണ് നമ്മൾ തുടങ്ങുന്നത്. 8 mm നമ്മൾ റീൻഫോഴ്സ്മെന്റ് നിർത്താനാണ് നോക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ബാർസ് കൂടുമ്പോൾ
കോൺക്രീറ്റുമായിട്ടുള്ള കോണ്ടാക്ട് ഏരിയ കൂടുന്നു. കോൺക്രീറ്റിൻ്റെ കോണ്ടാക്ട് ഏരിയ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബോണ്ട് സ്ട്രെങ്ത് കുറച്ചുകൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഡയമീറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് 8 mm മെയിൻ ബാറും 8 mm ഡിസ്ട്രിബ്യൂഷൻ ബാർ മെയിൻ ബാറിൻ്റെ ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ബാർ മെയിൻ ബാറിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് സൈറ്റിൽ ഇൻ കേസ് അവർ മെയിൻ ബാർ ടോപ്പിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എഫക്റ്റീവ് ഡെപ്ത് കൂടത്തേ ഉള്ളൂ സൈറ്റിൽ. ഞാനിപ്പം തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിൽ കൊടുക്കാനാണ്. മെയിൻ ബാർ ടോപ്പിൽ കൊടുക്കുമ്പോഴത്തേക്ക് സൈറ്റിൽ മെയിൻ ബാർ ബോട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്ന ഡിസൈൻ അണ്ടർ ഡിസൈൻ ആയിപ്പോകും. എഫക്റ്റീവ് ഡെപ്ത് കൂടുമ്പോൾ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് കൂടും, എഫക്റ്റീവ് ഡെപ്ത് കുറയുമ്പോൾ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് കുറയും. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്തു നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെപ്ത് 100ഉം 100നകത്തു നിന്ന് നമ്മൾ ഈ കവർ കുറച്ചു. 100 മൈനസ് 20 mm കവർ എടുത്തിരിക്കുകയാണ് ഞാൻ. 20 കവറിൻ്റെ ഒക്കെ നമ്മൾ നോക്കുന്നത് എക്സ്പോഷർ കണ്ടീഷൻ അനുസരിച്ചാണ്. അപ്പോൾ ജനറലി നമ്മൾ മൈനർ എക്സ്പോഷർ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ 20 mm ക്ലിയർ കവർ നമുക്ക് എടുക്കാം. 20 കുറച്ചു. അതിനകത്തുനിന്ന് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ഡയ 8 മൈനസ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഹാഫ് ദി ഡയമീറ്റർ റേഡിയസ് 4. ബാക്കി വന്നിരിക്കുന്നത് 68 mm ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 68 mm ഇവിടെ എഫക്റ്റീവ് ഡെപ്ത് കിട്ടി, എച്ച് കിട്ടി. അപ്പം ജോമെട്രി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ജോമെട്രി പാർട്ടിൻ്റെ സ്പാൻ നമുക്കുണ്ട്, യൂണിറ്റ് വിഡ്ത്ത് ഉണ്ട്, തിക്നെസ് ഓഫ് ദി സ്ലാബ് 100 ഉണ്ട്, എഫക്റ്റീവ് ഡെപ്ത് D ഉണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടി. ആർക്കും ഡൗട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ M20 Fe 415 സ്റ്റീലാണ് പോകുന്നത്. ഓക്കെ, ഈയുടെ വാല്യൂ നമുക്കറിയാം 5000√fck ആണ് ആസ് പെർ ദി കോഡ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് 22360 Nm², അല്ലെങ്കിൽ MPa. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് M20 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോമിനൽ മിക്സ് M20 മാത്രമേ നമുക്കിപ്പം ഇപ്പോഴത്തെ കോഡ് അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ സ്ട്രക്ചറിന്. ഈ 20ന് മുകളിൽ 25, 30 ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഡിസൈൻ മിക്സിലോട്ട് പോകണം. നമുക്ക് 20യുടെ കൺസിഡറേഷൻ മാത്രം നോക്കിയാൽ മതി. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് 415 500 ആണ്. നമ്മൾ 415 ഡിസൈൻ ചെയ്തിട്ട് വി ക്യാൻ ചേഞ്ച് ടു 500 നമ്മൾ അണ്ടർ ഡിസൈൻ ആവുന്നില്ല. നമ്മൾ അതേസമയം 500ൽ ഡിസൈൻ ചെയ്തു, സൈറ്റിൽ 500 അവൈലബിൾ അല്ല, 415 അവൈലബിൾ, അപ്പോൾ നമ്മൾ റീഡിസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കൺസർവേറ്റീവ് സൈഡിൽ നമ്മൾ M20 കോൺക്രീറ്റും Fe 415 സ്റ്റീലും നമ്മൾ എടുത്തിരിക്കുകയാണ്. നമുക്കിനി ലോഡ്സ് ആൻഡ് അനാലിസിസ് പാർട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അടുത്ത ലോഡ് ആൻഡ് അനാലിസിസ്. ഇനി അതിനകത്ത് ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഡ് ലോഡ് വേണം, ഫ്ലോർ ഫിനിഷ് വേണം, ലൈവ് ലോഡ് വേണം. വിൻ ലോഡും സീസ്മിക്കും നമ്മൾ ഇതുവരെ എടുക്കുന്നില്ല, കാരണം ലാറ്ററൽ ലോഡാണ്, ഇത് ലാറ്ററലി സപ്പോർട്ടഡ് ആണ്. അപ്പം ഓൾ സ്ട്രക്ചറായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിൻഡും സീസ്മിക്കും എടുക്കാം. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള സീസ്മിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ അത് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഡെഡ് ലോഡ്, ഫ്ലോർ ഫിനിഷ് ഞാനിവിടെ എടുക്കുന്നില്ല, കാരണം ഇത് ഔട്ട്സൈഡ് ഇതായതുകൊണ്ട്, എക്സ്പോഷർ ആയതുകൊണ്ട് ഇതിനകത്ത് ടൈലും മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാസ്റ്ററിങ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം ഫ്ലോർ ഫിനിഷ് ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. പിന്നുള്ളത് ഡെഡ് ലോഡിനകത്ത് ഡെൻസിറ്റി നമുക്ക് 25 kN/m³ എടുക്കുന്നുണ്ട്. അപ്പം തിക്നെസ് 100 mm ആണ്. അപ്പോൾ 0.1 × 25, അപ്പം 2.5 kN/m². അപ്പോൾ നമുക്ക് ഡെഡ് ലോഡ് സ്ക്വയർ മീറ്ററിനകത്ത് കിട്ടി. പിന്നെ ലൈവ് ലോഡ് നമ്മൾ 875, ഡെഡ് ലോഡ് നമ്മൾ എടുക്കേണ്ടത് 875 പാർട്ട് 1 വെച്ചിട്ടാണ്. നമ്മൾ ഫ്ലോർ ഫിനിഷും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ടത്. ലൈവ് ലോഡ് നമ്മൾ എടുക്കേണ്ടത് 875 IS 875 പാർട്ട് 2 വെച്ചിട്ടാണ്, ഇമ്പോസ്ഡ് ലോഡിൻ്റെ കോഡ് വെച്ചിട്ടാണ് നമ്മൾ. അതിനകത്ത് നമുക്ക് പുറമേ ഉള്ള സ്ട്രക്ചേഴ്സ്, ആക്സസ് ഇല്ലാത്ത സ്ട്രക്ചർ, ആക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് കോണിപ്പടി അല്ലെങ്കിൽ സ്റ്റെയർ, അങ്ങോട്ട് ആക്സസ് എത്താനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ലോഡ് കൂടുതൽ വരും. ഇതിനകത്ത് വരുന്നത് 1.5 നമ്മൾ എടുക്കേണ്ടി വരും റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ.
അൺആക്സസിബിൾ റൂഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 75 kg/m², അതായത് അപ്രോക്സിമേറ്റ് 0.75 kN/m², നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കാന്റിലിവർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട് സൈഡിൽ ഒരു പാരപ്പറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. കൺസിഡർ ചെയ്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഔട്ട് സൈഡിലെ പോർഷനിൽ വരെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു 1 ബ്ലോക്കിൻ്റെ ഒരു പാരപ്പറ്റെങ്കിലും ഉണ്ട്. ഇൻ കേസ് അത് കൂട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിക്കോട്ടെ. പക്ഷെ നമ്മൾ മിനിമം നമ്മളൊരു പാരപ്പറ്റിൻ്റെ ഹൈറ്റ്, ഒരു 1 മീറ്റർ ഹൈറ്റ് പാരപ്പറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ഏത് ഫ്രീ എൻഡ് ഓഫ് ദി കാന്റിലിവർ ആയിക്കോട്ടെ, നമ്മൾ 1 മീറ്റർ ഹൈറ്റിൻ്റെ ഒരു പാരപ്പറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അത് ഒരു എഞ്ചിനീയറിന്റെ ആസ്പെക്റ്റിൽ വെച്ചിരിക്കും. അവിടെ നമ്മളൊരു പാരപ്പറ്റ് കെട്ടാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ, പക്ഷെ ഒരു പാരപ്പറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 2 ലോഡിന്റെ മൊമെന്റ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡെഡ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഡെഡ് ലോഡിനകത്ത് നമുക്ക് സൾഫേറ്റ് ഓഫ് ദി സ്ലാബ് ഉണ്ട്, നമുക്ക് പാരപ്പറ്റ് ഉണ്ട്. പാരപ്പറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഹാഫ് വാൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 230 വാളിന്റെ ഹാഫ് 0.115 മീറ്റർ. അതിന്റെ ലോഡ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ലോഡാണ് 2.3 കോൺസെൻട്രേറ്റഡ് ലോഡ്. ഡെഡ് ലോഡിനകത്ത് വെയിറ്റ് ഓഫ് ദി സ്ലാബ് ആണ് വരുന്നത്. അതിനകത്ത് തിക്നെസ് ഓഫ് ദി സ്ലാബ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി കോൺക്രീറ്റ്. ലൈവ് ലോഡ് 0.75. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വരുന്നത് മൊമെന്റ് ആണ്, ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2 ലോഡ് കാരണമുള്ള മൊമെന്റ് വേണം നമുക്ക് എടുക്കാൻ. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെന്റ്. ഇത് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വിഡ്ത്ത് ആണ്. ബി എന്ന് പറഞ്ഞത് യൂണിറ്റ് വിഡ്ത്ത് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. 1 മീറ്റർ ആയതുകൊണ്ട് അതിനകത്ത് എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് WL²/2 മൊമെന്റ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ മൊമെന്റ്, ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, നമുക്ക് കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ മൊമെന്റ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മൊമെന്റ് 3.39 മൊമെന്റും ഇനി ഫാക്ടേർഡ് മൊമെന്റ് 5.08. ഇത്രയും ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ മെയിൻ അനക്സ് ജിയിലെ ഇക്വേഷൻ ആണ്. അത് ഞാൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്കൊരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അനക്സ് ജിയിലുള്ള ഇക്വേഷൻ തന്നെ, അതിനകത്ത് ആ ഡി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ AST² മാത്രം x² ടേമിലോട്ട് ആക്കിയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 ടേംസ് അതിനകത്ത് മാറുന്നുള്ളൂ. M20 കോൺക്രീറ്റിന്റെ ഗ്രേഡ്, സ്റ്റീലിന്റെ ഗ്രേഡ്. സ്റ്റീലിന്റെ ഗ്രേഡ് 415 ആവും, 500 ആവും. മറ്റേത് കോൺസ്റ്റന്റ് ആണ്, M20 തന്നെ. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനകത്തുള്ള 0.87415² 20,000 എന്ന് പറഞ്ഞാൽ B ഇൻറ്റു FCK ആണ്. 0.87 FY² ഡിവൈഡ് ബൈ B ഇൻറ്റു FCK x² പ്ലസ് 0.87 FY ഇൻറ്റു D ഇൻറ്റു X പ്ലസ് M ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമുലാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം AST എന്ന് പറഞ്ഞാൽ X കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, M20യുടെ M20 Fe415 വെച്ചിട്ടുള്ള എയുടെ വാല്യൂ 7.5ഉം ബിയുടെ വാല്യൂ 361 DU ആയിരിക്കും. അതുപോലെ തന്നെ M20 Fe500 ആണെന്നുണ്ടെങ്കിൽ 10.75 A ആയിരിക്കും, 435 D B ആയിരിക്കും. ഇപ്പോൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്ക് മോഡ് പോളിനോമിയൽ, അതിനകത്ത് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 2 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് നമുക്ക് AX² പ്ലസ് BX പ്ലസ് C എന്ന ഫോമിലാണ്. നമുക്ക് ഇതിനകത്ത് 7.5 ആണ് നമ്മുടെ A. പിന്നെ B എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 361 ഇൻറ്റു D നമുക്കറിയാം 68 ആണ്. ഓക്കെ, ഇനി C എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മൊമെന്റ് ആണ്, 5.08 10⁻⁶. ഓക്കെ, നമുക്ക് കിട്ടുന്നത് 221.9 AST ആണ് കിട്ടുന്നത്. ഓക്കെ, AST 221 mm². അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് 221.
റീഇൻഫോഴ്സ്മെന്റ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്പേസിങ്ങിൽ അറൈവ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ഒരു ഡയമീറ്റർ 8 ഡയയുടെ ഏരിയ എന്ന് പറയുന്നത് 50 mm² ആണ്. നമുക്ക് വരുന്ന ഡയമീറ്റേഴ്സ് എല്ലാം 8, 10, 12, 16, 20, 25 ഇത്രയും ഡയമീറ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ഓരോന്നിന്റെ ഏരിയ നമ്മൾ അറിഞ്ഞിരിക്കണം. 8 ഡയയുടെ 50 mm², 10 78.5, 12 113 mm², 16 200 mm². ഇത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട, എപ്പോഴും നമുക്ക് ഇത് അത്യാവശ്യമായിട്ട് വരുന്നൊരു വാല്യൂസ് ആണ്. 25ന്റെ 490. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളിപ്പം ഡ്രോയിങ്സ് എല്ലാം റിലീസ് ചെയ്തു, സൈറ്റിൽ കൊടുത്തു, സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടുന്ന് നമുക്ക് കോൾ വരുന്നു, നമ്മൾ കൊടുത്തിരിക്കുന്ന ബാർ ഡയ ഇല്ല, അവർക്ക് വേറെ ബാർ ഡയ ഉള്ളൂ, അവർ പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ഇല്ല. അപ്പോൾ ഉടനെ ക്വിക്കായിട്ട് നമുക്ക് എത്ര സ്പേസിങ്ങിലാണ് റീഇൻഫോഴ്സ്മെന്റ് മാറ്റണമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഏരിയ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് നമ്മൾ d²/162 വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കും. അപ്പം ഈ വെയിറ്റ് എടുക്കുന്നതിനൊക്കെ സിമ്പിളാണ്. നമുക്ക് ഈ ഏരിയ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വെയിറ്റ് എടുക്കാൻ ഇപ്പം 50 × 7.85 / 1000 0.39. അപ്പം 8 ഡയയുടെ വെയിറ്റ് 0.39 kg/m. അതുപോലെ തന്നെ നമുക്ക് 78.5 × 7.85/1000. അപ്പോൾ ഈ 7.85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൺ/m³ നമ്മുടെ സ്റ്റീലിന്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. 1000 നമ്മൾ ആ മില്ലിമീറ്റർ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് kg-ലാക്കാൻ വേണ്ടിയിട്ടാണ്. kg/m³ ആണ്, മറ്റേത് mm-ലാണ്, അത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഏരിയയുടെ വാല്യൂവിനെ നമുക്ക് 7.85 കൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ kg/m² കിട്ടും നമുക്ക് ഒരു ബാറിന്റെ. നമ്മൾ d²/162 ഒക്കെ ആകുമ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അത് കിട്ടി. അപ്പം ഈ 221 mm² നമുക്ക് സ്പേസിങ് കണ്ടുപിടിക്കണം. നമ്മൾ 221 ഡിവൈഡഡ് ബൈ 50, 1000 ഡിവൈഡഡ് ബൈ ആൻസർ നമുക്ക് 226 സെന്റർ ടു സെന്റർ കിട്ടി. 226 സെന്റർ ടു സെന്റർ റീഇൻഫോഴ്സ്മെന്റ്. ഈ 226 സെന്റർ ടു സെന്റർ എന്നുള്ളത് നമ്മൾ 200 കൊടുക്കുന്നു. അപ്പം നമുക്ക് ഒരു മാർജിൻ നമ്മൾ എപ്പോഴും ഫ്രീ വെക്കണം. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹയർ ആയി കൊടുക്കണം. ഹയർ ആയി കൊടുക്കാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഇൻ കേസ് നമ്മുടെ മാർജിനകത്ത് എന്തെങ്കിലും ഒന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് അതിനകത്ത് നിൽക്കണം. ഓക്കെ, അപ്പം 200 ഡിവൈഡ് ബൈ 221 നമ്മുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ 0.9 ആവും. ഒരു 90% മാർജിൻ നമ്മൾ കീപ്പ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകും. ഇതിനകത്ത് നമ്മൾ പോകുന്നത് ഷിയർ ഡിസൈനെ പറ്റിയാണ്. ഓക്കെ, ഇതിനകത്ത് ഷിയർ ഡിസൈൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡെഡ് ലോഡ്, ലൈവ് ലോഡ് ഉണ്ട്, അതുപോലെ തന്നെ പി ഉണ്ട്. അതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 5.21 kN ഷിയർ ഫോഴ്സ്. ഇനി അൾട്ടിമേറ്റ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ VU എന്ന് പറഞ്ഞാൽ 1.5 × VU, 1.5 ടൈംസ് ഷിയർ ഫോഴ്സ്, അതായത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. അതുപോലെ തന്നെ VU/BD നമുക്ക് കിട്ടി 0.115. ഇതായിരിക്കും നമ്മുടെ ഷിയർ സ്ട്രെസ്. ഈ ഷിയർ സ്ട്രെസ് നമ്മുടെ IS 456 ടേബിൾ 19 വെച്ചിട്ട് ടോസിയെക്കാട്ടിൽ കുറവായിരിക്കണം. TOV ലെസ് ദാൻ ടോസി ആയിരിക്കണം. നമ്മുടെ TOV ലെസ് ദാൻ ടോസി അല്ലെന്നുണ്ടെങ്കിൽ എത്രയാണോ കൂടുന്നത് അത്രയും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിറപ്സും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ കേസിൽ നമുക്ക് സ്റ്റിറപ്സിൻ്റെ ആവശ്യമില്ല. 0.115 ടോസിയെക്കാട്ടിൽ ഒരുപാട് മാർജിൻ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഡിഫ്ലക്ഷൻ ചെക്കാണ്. ഓക്കെ, ഡിഫ്ലക്ഷൻ ചെക്ക് ക്ലോസ് 23.2 നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് സ്പാൻ ബൈ 250 ആണ്. സ്പാൻ ബൈ 250 ഉണ്ട്, സ്പാൻ ബൈ 350 ഉണ്ട്. 350 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്ലാബിന്റെ പുറത്ത് എന്തെങ്കിലും ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയലും എല്ലാം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലാബ് ഡിഫ്ലക്റ്റ് ആകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഡിഫ്ലക്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് മുകളിൽ വരുന്ന ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഫെയിൽ ആവും.
ഓക്കെ, അപ്പോൾ ഇതിന് പുറത്ത് വരുന്ന ബ്രിട്ടിൽ മെറ്റീരിയൽസ് നമുക്ക് ഫെയിൽ ആവും. വേറെ കളർ ഇട്ട് ഇവിടെ നമ്മൾ ടൈലൊക്കെ ഉണ്ടെങ്കിൽ ആ ടൈലൊക്കെ നമുക്ക് ബ്രേക്ക് ആവും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ലിമിറ്റ് നമ്മൾ കുറയ്ക്കുന്നത്. ലിമിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്ക് ഇത് അത്രയും നമ്മൾ അലോ ചെയ്യത്തില്ല, ബ്രേക്ക് ആവുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള മാത്രമേ അലോ ചെയ്തായിരിക്കും നമ്മുടെ സ്പാൻ ബൈ 350 എടുക്കുന്നത്. നമ്മളിവിടെ അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യില്ല, സ്പാൻ ബൈ 250 ആണ് എടുത്തിരിക്കുന്നത്. സ്പാൻ ബൈ 250 എടുത്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് 3.6 mm ആണ്. ഇനി രണ്ട് ഡിഫ്ലക്ഷൻ, രണ്ട് ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷനാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഡിഫ്ലക്ഷൻ ലോഡ് എടുക്കുമ്പോഴത്തേക്ക് ഫാക്ടേഡ് എടുക്കത്തില്ല, അൺഫാക്ടേഡ് ലോഡ് ആയിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ട് കേസ് ഉണ്ട്, നമുക്കിവിടെ UDL ഉണ്ട്, അതേപോലെ തന്നെ കോൺസെൻട്രേറ്റ് ലോഡ് ഉണ്ട്. രണ്ട് ഡിഫ്ലക്ഷൻ കൂടെ ആഡ് ചെയ്തായിരിക്കും നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിഫ്ലക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് UDL വെച്ചിട്ടുള്ള WL/4/8TA താഴത്തെ. രണ്ടാമത്തത് PL³/3A. ആ രണ്ട് വാല്യൂടെ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 1.33 ആണ്. 1.33 വരുന്നില്ല, അതിനകത്ത് ഞാനൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോങ് ടേം ഡിഫ്ലക്ഷൻ്റെ എഫക്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ അല്ല, നമ്മൾ സ്റ്റീലിന് എഫക്റ്റ് കൂടെ കൺസിഡർ ചെയ്യണം. ഇത് കോൺക്രീറ്റ് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് പറയണമെങ്കിൽ ഇതിൻ്റെ 2 to 3 ടൈംസ് നമുക്ക് കമ്പൈൻഡ് ഡിഫ്ലക്ഷൻ വരും. അതായത് ഷോർട്ട് ടൈം പ്ലസ് ലോങ് ടൈം ഡിഫ്ലക്ഷൻ നമുക്ക് ഇതിൻ്റെ 3 ടൈംസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിഫ്ലക്ഷൻ എടുത്തിട്ട് അതിൻ്റെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതൊരു റഫ് കാൽക്കുലേഷൻ ആണ്, നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് ഫൈനൽ ഡിഫ്ലക്ഷൻ എന്നുള്ളത് ഇതിലെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ കോഡ് പ്രകാരം കുറച്ചിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ചെക്ക് നിങ്ങൾക്ക് ഒഴിവാകും. അത് ഫോളോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഡിഫ്ലക്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. മറ്റേ ലോങ് ടൈം ഡിഫ്ലക്ഷനും ഷോർട്ട് ടൈം ഡിഫ്ലക്ഷനും വെച്ചിട്ടുള്ള കമ്പൈൻഡ് ഡിഫ്ലക്ഷൻ എടുക്കുന്നത് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം അപ്രോക്സിമേറ്റ് ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എടുത്തിട്ട് അതിൻ്റെ 3 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ അതിനകത്ത് തന്നെ ആയിരിക്കും നമുക്ക് ലോങ് ടൈം ഡിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, 1.33 ലോങ് ടൈം ഡിഫ്ലക്ഷൻ വരുന്നത്, 1.33 ലിമിറ്റ് 3.6 അത് ഡിസൈൻ. ഓക്കെ, വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പാർട്ടും അതിൻ്റെ ഫെയിലിയർ മോഡും ഞാൻ പ്രത്യേകം അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.